എടാ മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേഗം ഷെയർ ചെയ്ത് കൊടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ പോവാണ്. അതിന് മുന്നേ ഈ വരുന്ന 28-ാം തീയതി, നമ്മുടെ 28-ാം തീയതി വൈകിട്ട് 5 മണിൻ്റെ മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വൈകിട്ട് 5 PM മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആരെങ്കിലും എഡിറ്റ് ഓപ്ഷൻ, അപ്പോൾ നിങ്ങളെ HS CAPൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തെന്ന് വിചാരിക്കുക. ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് 3 ലിങ്ക് കാണാം അല്ലേ. ഒന്ന് ഏതാ, അങ്ങനെ ഒരു കോളത്തിൽ ഉണ്ടാവും, 2 ഉണ്ടാവും. ഒന്ന് ഏതാ, ഒന്ന് ട്രയൽ റിസൾട്ട് ഉണ്ടായിരിക്കും, എഡിറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ട്രയൽ റിസൾട്ട് നോക്കി നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ കിട്ടി, ഓക്കെ, സന്തോഷം, നിങ്ങൾ ക്ലോസ് ചെയ്തു, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒന്നും എഡിറ്റ് ചെയ്യാനുള്ള, ഒരു കാര്യം ചെയ്യാനില്ല, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ അടുത്ത ഫസ്റ്റ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്താൽ മതി, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. നേരെ മറിച്ച് എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ആളുകൾ ഈ എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ എഡിറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തു. എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാത്തവർ ഒന്നും പേടിക്കണം, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒന്നും എഡിറ്റ് ചെയ്യാനില്ല, എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ എൻ്റെ ട്രയൽ മാത്രം നോക്കി ഞാൻ ആഗ്രഹിച്ച സ്കൂളിൽ കിട്ടി, എനിക്ക് ഒരു കുഴപ്പമില്ല സാറേ, അവർക്ക് ഒരു ടെൻഷനില്ല, അവരൊന്നും ചെയ്യണ്ട. ഈ എഡിറ്റ് ആപ്ലിക്കേഷൻ ബൈ ചാൻസ് ക്ലിക്ക് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ ക്ലിക്ക് ചെയ്ത ആളുകൾ, അവരവരുടെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി വെരിഫൈ ചെയ്തിട്ട് ഫൈനൽ സബ്മിഷൻ, അത് നെക്സ്റ്റ് അടിച്ച് നിങ്ങളുടെ മാർക്ക് കാര്യങ്ങളൊക്കെ നോക്കി നല്ല അവസാനം നിങ്ങളുടെ സ്കൂൾ ആഡ് ചെയ്യുന്ന വിൻഡോ എത്തിയിട്ട് ഏറ്റവും താഴെ നിങ്ങളുടെ പാരൻ്റെ പേര്, അത് ഡിക്ലെയറൻസ് ആണ്, അവിടെ അങ്ങനെ ടിക്ക് ചെയ്യുന്നു. ഏറ്റവും താഴെ ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഫൈനൽ സബ്മിഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ് പുറത്തായി പോകും. കാരണം നിങ്ങളൊന്നും അല്ലാതെ രണ്ടിന് ഇടയിലായി കിടക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, അപ്പോൾ ഫൈനൽ സബ്മിഷൻ കൊടുത്താൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ. കാരണം കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പുറത്തായതാണ്. അപ്പോൾ അവർ പിന്നെ എപ്പോഴാണ് ആഡ് ചെയ്യുക, പിന്നെ അവർ സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റിലേക്ക് അവർ ആഡ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് ഈ വീഡിയോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ് പുറത്തായി പോകും. അതായത് എഡിറ്റ് ക്ലിക്ക് ചെയ്ത കുട്ടികൾ, എഡിറ്റ് തൊടാത്ത ആളുകൾ ഒരു ടെൻഷനും വേണ്ട, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് സംശയങ്ങൾ ഇതുമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂപോയിന്റ് ഡൗട്ട് ക്ലിയറൻസ് നമ്പർ താഴെയുണ്ട്. അതുപോലെ തന്നെ നിഹാൽ സാറിന് ഇൻസ്റ്റാ പേജ്, നിഹാൽ സാറിൽ വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഡൗട്ടുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. ക്ലിക്ക് ചെയ്താൽ ഫൈനൽ സബ്മിഷൻ കൊടുക്കുക, വേറെ ഒന്നുമില്ല. പിന്നെ നിങ്ങളുടെ ഇനി പല കുട്ടികളും കിട്ടാത്ത കുട്ടികൾ, അവരോടൊന്നും പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റ് വരെ വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. നിങ്ങൾ കൃത്യമായി ഉണ്ടോ, നിങ്ങൾ ഈ കാര്യങ്ങൾ ഓക്കെ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേഗം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.